ഇവിടെ കേരളത്തിലുടനീളം BJPക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം തന്നെ കാണാൻ സാധിക്കുന്നു. രണ്ട് ശക്തമായ മുന്നണികൾക്കിടയിൽ മൂന്നാമതൊന്നിനോട് വളരെ വിഷമകരമായ അതിന് മുള പൊന്തി മേലോട്ട് വരാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അത് മാറി. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനോറിറ്റിക്ക് വേണ്ടി ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടിയത് 45 കൊല്ലം മുമ്പ് കോഴിക്കോട് അളകാപുരി വെച്ചാണ്. 91 ഞാനായിരുന്നു അന്ന് ജില്ലാ പ്രസിഡന്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ സംഭവിച്ചതും ത്രിപുരയിൽ സംഭവിച്ചതും ഇവിടെയും ഉണ്ടാകും. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. മറ്റ് വർഷങ്ങളെ പോലെയല്ല, ഈ വർഷം കേരളത്തിൽ BJP വിജയം തന്നെ നേടും, അല്ലെങ്കിൽ ഭരിക്കാനുള്ള സീറ്റുകൾ തന്നെ വിജയിക്കും എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്ന് നമ്മളോട് വ്യക്തമാക്കുകയാണ് മുൻ ഗോവൻ ഗവർണറും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള PS ശ്രീധരൻപിള്ള. അദ്ദേഹത്തിന്റെ വാക്ക്. കേരളത്തിലുടനീളം BJPക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം തന്നെ കാണാൻ സാധിക്കുന്നു. അതെല്ലാം വോട്ടായി കുറേയൊക്കെ മാറിയേക്കാം, എല്ലാം മാറുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ വന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കുറിക്കാൻ കഴിയുന്ന നിയാമക ശക്തിയായി BJP NDA മാറാൻ പോവുകയാണ്. കേരളം മൊത്തത്തിൽ BJPക്ക് പാകമായിരിക്കും. മറ്റേ പലപ്പോഴും രണ്ട് ശക്തമായ മുന്നണികൾക്കിടയിൽ മൂന്നാമതൊന്നിനോട് വളരെ വിഷമകരമായ അതിന് മുള പൊന്തി മേലോട്ട് വരാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അത് മാറി. എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും NDAയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് BJP മാറും. ന്യൂനപക്ഷങ്ങൾ വലിയൊരു അളവിൽ BJPയിലേക്ക് വരുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളുമുണ്ട്, ഭൂരിപക്ഷവും വരുന്നുണ്ട്. ഭൂരിപക്ഷങ്ങളിൽ തന്നെ ഉള്ള മെജോറിറ്റി ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് BJPക്ക് പ്രത്യാശ കൂടുതലുണ്ടാകുന്നത്. മൈനോറിറ്റി തീർച്ചയായിട്ടും ഒരു നിർണായക ഘടകമാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനോറിറ്റിക്ക് വേണ്ടി ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടിയത് 45 കൊല്ലം മുമ്പ് കോഴിക്കോട് അളകാപുരി വെച്ചാണ്. 91 ഞാനായിരുന്നു അന്ന് ജില്ലാ പ്രസിഡന്റ്. അന്ന് BJPക്ക് ഭൂരിപക്ഷമുള്ള ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള 4 പാർട്ടി യൂണിറ്റുകൾ രൂപീകരിക്കാൻ സാധിച്ചു. വെലങ്ങാട്, കോടഞ്ചേരി, താമരശ്ശേരിയുടെ ഒരു ഭാഗം, പിന്നെ കൂടരഞ്ഞി. അപ്പൊ ഇത് അസാധ്യമല്ല, സാധിക്കും. അങ്ങനെയുള്ളൊരു പുതിയ ട്രെൻഡിലേക്ക് എല്ലാവരും എത്തുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. വലിയ തർക്കമാണ് ഇപ്പം കണ്ണൂരിലേക്ക് നടക്കുന്നത്. അവരുടെ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ സംഭവിച്ചതും ത്രിപുരയിൽ സംഭവിച്ചതും ഇവിടെയും ഉണ്ടാകും. ഇന്ന് 1.5% വോട്ട് മാത്രമുള്ള അല്പ ജനപിന്തുണ മാത്രമുള്ള കക്ഷിയാണ് CPM. അതും കൂടെ നഷ്ടപ്പെടാൻ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞൊന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് പോയ വർഷങ്ങളെ പോലെയല്ല, ഈ ഒരു തവണ BJPക്ക് അനുകൂലമായ മണ്ണാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ മണ്ണാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ BJP വലിയ വിജയം നേടുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് മുൻ ഗോവൻ ഗവർണറും അതുപോലെ തന്നെ മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള PS ശ്രീധരൻപിള്ള അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കടത്ത്, മറുനാടൻ TV.